ഇത് റേഡിയോയുടെ ഗ്യാങ് കണ്ടൻസറാണ്. ഇത് പാനാസോണിക്കിൻ്റെ ഗ്യാങ് കണ്ടൻസറാണ്. ഇത് പാനാസോണിക്സിൻ്റെ ഗ്യാങ് കണ്ടൻസർ. ഈ ഗ്യാങ് കണ്ടൻസർ തകരാറ് വന്നാൽ നമ്മൾക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ, എല്ലാം ശരിയാക്കി എടുക്കാമെന്നല്ലെങ്കിൽ മിക്കവാറും ശരിയാക്കി എടുക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഗ്യാങ് കണ്ടൻസർ എടുക്കണം. അതിൽ തകരാറ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ തകരാറിന് നമ്മൾക്ക് മിക്കവാറും എല്ലാം ശരിയാവുന്നല്ല, ചിലതൊക്കെ ശരിയാക്കി എടുക്കാൻ കഴിയും. അതിനിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മെക്കാനിക്കിന് വേണ്ടിയിട്ടാണ്, അല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല. ഈ കവർ ഊരിയെടുക്കുക. കവർ ഊരിയെടുത്ത ഇത് റിവിറ്റ് ചെയ്തതാണ്. റിവിറ്റ് ചെയ്തത് റിപ്പയർ ചെയ്യാൻ പ്രയാസമാണ്. റിവിറ്റ് ചെയ്യാത്തത് ആണത്. ഇതെടുക്കുക. ഇത് ഊരിയെടുത്തിട്ട് ഈ നെട്ടൊക്കെ അഴിച്ചെടുക്കുക. ഇതെല്ലാം അഴിച്ചെടുത്തതിൻ്റെ ശേഷം ഈ സ്പെയറല്ല വേണ്ടത്, അതിന് ചെറിയ നോ സ്പെയറാണ് വേണ്ടത്, ഏറ്റവും ചെറുത്. പക്ഷേ കാലപ്പോൾ ഇതെല്ലാം ഉള്ളൂ. സ്ക്രൂവെല്ലാം അഴിച്ചെടുക്കുക. എല്ലാ സ്ക്രൂ അഴിച്ചെടുത്തതിൻ്റെ ശേഷം അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും കയ്യും കാലും കയ്യെ തട്ടരുത്. ഇത് ഊരിയെടുക്കും. ഇങ്ങനെ ഊരിയെടുത്താൽ ഇത് വണ്ടിയിൽ ഒരു വാഷർ, ഇവിടെ ഒരു വാഷർ ഉണ്ടാവും. വാഷർ കേട്ടോ. ഈ പ്ലേറ്റ് വാഷറാണ് ഇതിൻ്റെ അടിയിൽ മുകളിൽ വരുന്നത്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഏതെങ്കിലും സാൻഡ് പേപ്പർ എടുത്ത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുക. നല്ലപോലെ ക്ലീനാക്കിയതിന് ശേഷം വേറെ ഒന്നും തട്ടരുത്. ഇവിടെ മാത്രം ക്ലിയർ ആക്കിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ പ്ലേറ്റ് വാഷർ ഇതുപോലെ എടുത്തിട്ട് ക്ലീൻ ആക്കണം. അപ്പോൾ അത് പോയി. ഇത് കണ്ടില്ലേ? ഈ പ്ലേറ്റ് വാഷറും ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞ് 2 വർഷം നല്ലപോലെ ക്ലിയറാക്കിയിട്ട് ഈ വാഷർ നല്ലപോലെ ക്ലീനാക്കിയിട്ട് ഒന്ന് ലേശം ഒന്ന് ബെൻഡാക്കുക. ബെൻഡാക്കുന്ന എന്തിനാന്ന് വിചാരിച്ചാൽ പിന്നെ ഇതിൽ എർത്ത് കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടാനാണ്. അതുപോലെ ഈ ഭാഗം നല്ലപോലെ ക്ലീനാക്കണം. ഈ ഭാഗം നല്ല പേപ്പർ ഇട്ട് കണ്ട് ക്ലീനാക്കണം. നല്ലപോലെ ക്ലീനാക്കിയിട്ട് ഈ അതിൻ്റെ ഈ ആണിയും നല്ലപോലെ ക്ലിയറാക്കുക. പേപ്പർ ക്ലീനാക്കിയിട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ വാഷർ തട്ടുന്ന ഭാഗമാണത്. ഈ ഭാഗം അതുപോലെ നല്ലപോലെ ക്ലീനാക്കിയിട്ട് പേപ്പർ കൊണ്ട് നല്ലപോലെ ക്ലീനാക്കുക. നല്ലപോലെ ക്ലീനായി വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇത്രേ പണിയുള്ളൂ. ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ വാഷർ ഇതിലിടുക. വാഷറിടുക. ഇതിട്ട് സ്ക്രൂ നെട്ട് സ്ക്രൂ ചെയ്താൽ മതി. ഇത്ര പണിയുള്ളൂ.
ഇനി ഈ നെറ്റ് ടൈറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രേ പണി ഇതിനുള്ളൂ. ഈ നെറ്റൊക്കെ ടൈറ്റ് ചെയ്യുന്ന പണി കഴിഞ്ഞാൽ ഇത് പൂർത്തിയായി. ഈ ഗ്യാങ് കണ്ടൻസറിൻ്റെ കാര്യം പണി താൽക്കാലികമായിട്ടുള്ള ഈ തകരാറ് നമുക്ക് തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ അടിയിൽ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഇതിനുള്ളിലുള്ള ഒരു സൈസ് പ്ലാസ്റ്റിക് കണ്ടിരുന്നു. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുണ്ട്. ആ ഷീറ്റ് പിന്നെ പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പണി കൊണ്ട് യാതൊരു കാര്യമില്ല. ആ സമയത്ത് അതില്ലാതെ കേടുവരുന്ന 10 ഗ്യാങ് കണ്ടൻസർ നമ്മൾ റിപ്പയറിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 ക്ലിയർ ആയി. കാരണം അതിൽ 1 മാത്രമേ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കീറിയ കേസുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയും. ഇത് റിപ്പയർ ചെയ്താൽ എങ്ങനെയായാലും ഒരു 5-6 മാസം, ഒരു കൊല്ലമൊക്കെ, ഒരു വർഷമൊക്കെ ഈ ഗ്യാങ് ഇങ്ങനെ ശരിയായി പോകും. പിന്നെയും വരും ഇതേ കംപ്ലൈൻറ്റ്. അപ്പോഴും നമ്മൾ ഇതേമാതിരി ചെയ്താൽ മതി. മറ്റേ ഗ്യാങ് കണ്ടൻസർ മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അത് നമ്മൾ എടുക്കുന്ന ഗ്യാങ് കണ്ടൻസറിൻ്റെ അതേ കണ്ടീഷനിലെ ഗ്യാങ് കണ്ടൻസർ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അലവിക്കുട്ടി.